ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ബിന്ദുസ് സ്പെഷ്യൽ ബീഫ് ഫ്രൈ ആണ്. നാളികേരക്കൊത്തൊക്കെ ഇട്ടുള്ള സ്പെഷ്യൽ ബീഫ് ഫ്രൈ. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ബീഫിൽ നാളികേരക്കൊത്ത് ഇട്ടിട്ടുള്ള ഒരു റോസ്റ്റാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 2 ടീസ്പൂൺ വിനാഗിരി. ഇത്രയും ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടത് തിരുമ്പി നന്നായിട്ട് കുഴച്ച് പിടിപ്പിക്കാൻ പോവാണ്. നമ്മൾ നന്നായിട്ട് മുളകൊക്കെ തിരുമ്പി വെച്ച ബീഫ് ഞാൻ കുക്കറിൽ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാൻ പോവാണ്. അതിലേക്ക് ഞാൻ ഒരു 100 ml വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇതൊരു 8-10 വിസിൽ വരെ നമുക്ക് അടിക്കാം. നന്നായിട്ട് വേവിച്ചെടുക്കണം, എന്നാലാണ് ബീഫിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്കത് അടച്ച് വെച്ച് നമുക്കൊരു 8-10 വിസിൽ നമുക്ക് വരുത്തി വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൽ അല്പം വെള്ളം ഉണ്ട്. ഞാൻ വെള്ളം 1/2 ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഒരു അരമുറി നാളികേരം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. ഒരു വിസിലടിച്ച് നമുക്കത് ഓഫാക്കിയിടാം. അപ്പോൾ നമ്മുടെ ബീഫും നാളികേരക്കൊത്തും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ചെറിയ സവാള അരിഞ്ഞത്, പിന്നെ വേപ്പില, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ അതിലേക്കായിട്ട് പൊടികൾ ഞാൻ ഓൾറെഡി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ട് വേവിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാൻ കാശ്മീരി മുളക് പൊടി, പിന്നെ മസാലപ്പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, പിന്നെ പെപ്പർ പൊടി, ഇതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് നന്നായി വെളിച്ചെണ്ണ വെച്ച് നന്നായി റോസ്റ്റ് ചെയ്ത് എടുക്കാം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം നന്നായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റാം. സവാള ഒരു വിധം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അത് നന്നായി ബ്രൗൺ കളർ ആവണ്ട. അപ്പോഴേക്ക് നമുക്ക് അതിലേക്കുള്ള മസാലപ്പൊടികളെല്ലാം ചേർക്കാം. നമുക്കതിൻ്റെ പച്ചമണം മാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് വേവിച്ച് വെച്ച ബീഫും നാളികേരക്കൊത്തും അതിലിട്ട് കൊടുക്കാം. നമ്മളതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ ഇനി ഡ്രൈ ആയിട്ട് വരുമ്പോൾ ഒന്നുകൂടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളത് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. നമ്മളപ്പോൾ തീയൊന്ന് കുറയ്ക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളത് ഇളക്കി അതിൻ്റെ കളർ മാറുന്ന വരെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് നമ്മളെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ബീഫ് ഏകദേശം അതിൻ്റെ ഫൈനൽ റൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റുള്ള ബീഫ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് വറ്റി അത് ഫ്രൈ പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ സ്പെഷ്യൽ ബിന്ദുസ് ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത്